Hi dear GA aspirants. So നമ്മുടെ +1 ടോപ്പിക്സിന്റെ GABയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. എല്ലാവരും നന്നായിട്ട് എക്സാമിനേഷൻ എഴുതിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓരോ ക്വസ്റ്റ്യനും അതിന്റെ കോൺസെപ്റ്റ് എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നോക്കി മുമ്പോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് തെറ്റിയ ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസിന്റെ കോൺസെപ്റ്റ് എന്താണ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അത് നെക്സ്റ്റ് എക്സാമിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഭാഗം ക്ലിയർ ആക്കിയിട്ട് അത് ആ മിസ്റ്റേക്ക് ഇനി വരുത്താത്ത രൂപത്തിൽ ആ കോൺസെപ്റ്റും കൂടെ പഠിച്ച് മുമ്പോട്ട് പോവുക. അപ്പൊ നോക്കടാ, ഫസ്റ്റ് വൺ സ്ക്രൂ ഗേജ് ഇൻസ്ട്രുമെന്റിലെ ക്വസ്റ്റൻ ആണ്. സ്ക്രൂ ഗേജ് ഹാസ് എ ലീസ്റ്റ് കൗണ്ട് 0.01 millimeter, 50 division in the circular scale. പിച്ച് എത്രയാണെന്ന് ചോദിച്ചത്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. നമുക്കറിയാം ലീസ്റ്റ് കൗണ്ടിന്റെ ഇക്വേഷൻ, ലീസ്റ്റ് കൗണ്ട് LC is equal to പിച്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഇൻ ദ സർക്കുലർ സ്കെയിൽ ആണ്. അപ്പൊ നമുക്ക് ലീസ്റ്റ് കൗണ്ട് തന്നിട്ടുണ്ട്, പിച്ചാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ലീസ്റ്റ് കൗണ്ട് 0.01 millimeter ഇൻറ്റു ഈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഇങ്ങോട്ടേക്ക് വരും. നമ്പർ ഓഫ് ഡിവിഷൻസ് 50 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പിച്ച്. സോ പിച്ച് ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു 0.01. അപ്പം ഇവിടെ 50 ആയതുകൊണ്ട് ഒരു ഡെസിമൽ പ്ലേസ് ഇങ്ങോട്ടേക്ക് മാറും. ദെൻ 5.5 millimeter. ആൻസർ മില്ലിമീറ്ററിൽ തന്നെയാണ് ഓപ്ഷൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് ഇസ് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ചില ക്വസ്റ്റ്യനിൽ സെന്റിമീറ്ററിലായിരിക്കും ഓപ്ഷൻസ് ഉണ്ടാവുക. അപ്പോൾ അത് ചെക്ക് ചെയ്യണം. നമുക്കിവിടെ ലീസ്റ്റ് കൗണ്ട് മില്ലിമീറ്ററിൽ ആയതുകൊണ്ട് അതിനെ നമ്പർ ഓഫ് ഡിവിഷനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പിച്ചും നമുക്ക് മില്ലിമീറ്ററിൽ തന്നെയാണ് കിട്ടുക. സോ ആൻസറും മില്ലിമീറ്ററിലാണ്, ഓപ്ഷൻസും മില്ലിമീറ്ററിലായതുകൊണ്ട് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ദ സ്മോളസ്റ്റ് ഡിവിഷൻ ഓൺ ദ വൺ മെയിൻ സ്കെയിൽ ഇസ് ഗിവൺ. വെർനിയർ കാലിപ്പർ ഇസ് 0.5 millimeter. വെർനിയർ സ്കെയിൽ ഹാസ് 25 division coincide with 24. ദ ലീസ്റ്റ് കൗണ്ട് ഇസ്, യെസ്, അവിടെ കോയിൻസൈഡ് ചെയ്യുന്ന വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട് ആണ്. അവിടെ കോയിൻസൈഡ് ചെയ്യുന്ന നോക്കൂ, 25 division on the vernier scale is coinciding with 24 division in the main scale. അതായത് n-ഉം n-1 ആണ് കോയിൻസൈഡ് ചെയ്യുന്നത്. വെർനിയർ സ്കെയിലിലെ n ഡിവിഷൻ ഇസ് കോയിൻസൈഡിങ് വിത്ത് മെയിൻ സ്കെയിലിലെ n-1 ഡിവിഷൻ. അപ്പം അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ലീസ്റ്റ് കൗണ്ട്, വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. ലീസ്റ്റ് നമ്മൾ പഠിച്ചാണ് ആ ഇക്വേഷൻ, ഞാൻ ഡെറിവേഷനിലേക്ക് ഒന്നും പോകുന്നില്ല. ലീസ്റ്റ് കൗണ്ട് ഇസ് ഈക്വൽ ടു 1 MSD divided by number of division in the vernier scale. So least count is equal to 1 main scale division. The smallest division in the main scale is given in the question, that is 0.5 millimeter divided by number of division in the vernier scale. Vernier scale division and 25. Then LC is equal to 0.5 divided by 25, that is 0.02 millimeter. മില്ലിമീറ്ററിലാണ് നമുക്ക് ആൻസർ കിട്ടുക, കാരണം ഇവിടെ മില്ലിമീറ്ററിലാണ് MSDയുടെ വാല്യൂ തന്നിരിക്കുന്നത്. ദെൻ ഓപ്ഷൻസുകൾ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓപ്ഷൻസ് നോക്കൂ സെന്റിമീറ്ററിലാണ്. അപ്പം 0.02 millimeter സെന്റിമീറ്ററിലോട്ട് മാറ്റുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.002 സെന്റിമീറ്റർ. ഒരു ഡെസിമൽ പ്ലേസും കൂടെ അധികം വരും. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 3, നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇൻ ദ ഗിവൺ നമ്പേഴ്സ്. നോക്കടാ, ഇവിടെ ലെസ് ദാൻ 1 ആണ്, സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ 0 ആണ്. അപ്പൊ തുടങ്ങുന്നത് ലെസ് ദാൻ 1, 0 പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫസ്റ്റ് നമ്പർ 0 ആയതുകൊണ്ട് ഈ പോയിന്റിന് ശേഷം വരുന്ന ഇതൊന്നും എന്തല്ല, സിഗ്നിഫിക്കന്റ് അല്ല. പിന്നെ 6, 7, 0, 2. അപ്പൊ അവിടെ 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. സോ ദാറ്റ് ഇസ് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 3 ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2 ഓപ്ഷൻ ബി. യെസ്, 2 ഓപ്ഷൻ ബി. 3 ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. And question number 4. See, dimension of universal gas constant. Universal gas constant 6 ഡയമെൻഷൻ ആണ്. നമ്മൾ ഡയറക്റ്റ് പഠിച്ച ഡയമെൻഷൻ ആണ്. എങ്ങനെയാണ് നമ്മൾ അതിന്റെ ഡയമെൻഷൻ ഉണ്ടാക്കാം? PV is equal to nRT. ഈ ഇക്വേഷൻ്റെ അകത്ത് PV divided by NT ചെയ്താൽ നമുക്ക് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ കിട്ടും. നമ്മൾ ഡയറക്റ്റ് പഠിച്ചാണ്. എന്താ ആൻസർ വരിക? ഓപ്ഷൻ B is the right answer. m⁻⁻1 l⁻3 t⁻−2. Option B is the right answer. Question number 4, option B is the right answer. Next, question number 5. നോക്കൂ, the unit of length, mass and force are chosen fundamental unit. Then the dimension of time would be. Typically ഡയമെൻഷൻ അനാലിസിസിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണ്. അതായത് ഫണ്ടമെന്റൽ ആയിട്ട് അവരൊരു 3 ക്വാണ്ടിറ്റീസ് പറയും. അത് സാധാ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ല, അതായത് മാസും ലെങ്ത്തും ടൈമും അല്ലാത്ത മറ്റാളുകൾ, ഫോഴ്സ്, ആക്സിലറേഷൻ, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, അങ്ങനെ അവർ പറയുന്ന ആളുകളെ ഫണ്ടമെന്റൽ ആക്കി ട്രീറ്റ് ചെയ്തിട്ട് അവരൊരു ഡയമെൻഷൻ 4 ഓപ്ഷൻ തരും. അതിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റി പറയും. ഇപ്പൊ ടൈമിന്റെ ഡയമെൻഷൻ ഈ 4 തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് ടൈമിന്റെ ഡയമെൻഷൻ ആയിട്ട് വരിക എന്നാണ് ഇപ്പൊ ഈ ക്വസ്റ്റിൽ ചോദിച്ചേക്കുന്നത്. അപ്പൊ ചിലപ്പോൾ അവർ പറയാം
താഴെ കൊടുത്ത ഓപ്ഷനിൽ ഏതാണ് മാസിന്റെ ഡയമെൻഷൻ ആയിട്ട് വരിക, താഴെ കൊടുത്തതിൽ ഏതാണ് വെലോസിറ്റി ഡയമെൻഷൻ ആയിട്ട് വരിക എന്നാണ് സാധാരണ ക്വസ്റ്റൻ ഉണ്ടാവുക. അപ്പം ഓപ്ഷൻ എടുത്ത് തിരിച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഈ 4 ഓപ്ഷനിൽ ഏതോ ഒരു ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡയമെൻഷൻ ഓഫ് ടൈം കിട്ടും. അപ്പൊ ഈ 4 ഓപ്ഷനിൽ ഏതോ ഒരു ഓപ്ഷൻ ഡയമെൻഷൻ ഓഫ് ടൈം ആണ്. ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏതാണ് ടൈമിന്റെ ഡയമെൻഷനിലേക്ക് പോകുന്നത് എന്നുള്ളത്. സോ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കണം, m raised to -1, m raised to -2, m raised to 1/2, l raised to -1/2, then force raised to 1/2 ആണ്. എന്താണ് ഫോഴ്സിന്റെ ഡയമെൻഷൻ? ml t raised to -2 ആണ്. അപ്പൊ ഫോഴ്സ് raised to 1/2 എന്ന് പറയുമ്പോൾ m raised to 1/2, then l raised to 1/2, t raised to 1/2 whole raised to t raised to -2 whole raised to 1/2. അപ്പോൾ ഇവിടെ m raised to 1/2 ഇവിടെ m raised to 1/2 കൂടെ ചേർന്ന് m ആവും. അപ്പം ടൈമിന്റെ ഡയമെൻഷൻ ആവുന്ന സമയത്ത് എമ്മും എല്ലും ക്യാൻസൽ ആയി പോകണം. എൽ ഇവിടെ ക്യാൻസൽ ആയി പോകും, കാരണം ഇവിടെ l raised to -1/2 l raised to 1/2 അത് ക്യാൻസൽ ആയി പോകും. പക്ഷേ ഇവിടെ മാസ് ക്യാൻസൽ ആവില്ല, കാരണം മാസിന്റെ രണ്ട് ടേമിലും പവർ പോസിറ്റീവ് ആണ്. അപ്പൊ മാസ് ക്യാൻസൽ ആവില്ല, അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാന്ന് മനസ്സിലായി. ഓക്കെ, ഞാനത് ഇറേസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത റാൻഡം ആയിട്ട് നമുക്ക് സി ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ സി ചെക്ക് ചെയ്ത് നോക്കാം. m raised to 1/2, l raised to 1/2, f raised to -1/2. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ? ml t raised to -2. അപ്പം ഫോഴ്സ് raised to -1/2 ആണ്. അപ്പൊ മാസ് raised to -1/2, ലെങ്ത് raised to -1/2. ഇവിടെ ടൈം t raised to -2 ആണ്, അതിന്റെ മുകളിലാണ് raised to -1/2 വരിക. അപ്പൊ t raised to -2 whole raised to -1/2. അപ്പൊ നോക്ക്, m raised to 1/2 -1/2 കട്ടായി പോകും, l raised to 1/2 -1/2 കട്ടായി പോകും. ഇവിടെ t raised to -2 raised to -1/2. അപ്പൊ -2 into -1/2, 2 ക്യാൻസൽ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, അപ്പൊ t raised to 1 വരും. t raised to 1 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമിന്റെ ഡയമെൻഷൻ അല്ലേ? സോ ഓപ്ഷൻ സി ആണ് ടൈമിന്റെ ഡയമെൻഷൻ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? നൗ question number 6, choose the wrong statement. അപ്പോൾ question number 5 option C is the right answer. Next question number 6, choose the wrong statement. The motion of an object along a straight line is called rectilinear motion. Straight line motion വിളിക്കുന്ന, motion in one dimension വിളിക്കുന്ന മറ്റൊരു പേരാണ് rectilinear motion. അത് കറക്റ്റ് ആണ്. Speed in general is less than magnitude of velocity. നമ്മുടെ റോങ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചത് സ്പീഡ് ഇൻ ജനറൽ ഈസ് ലെസ് ദാൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി. തെറ്റാണ്. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഇസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്പീഡ് ആണ്. അതേപോലെ ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഇസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിസ്റ്റൻസ് ആണ്. അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്നത് സ്പീഡ് ഈസ് ജനറൽ ഈസ് ലെസ് ദാൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി എന്നാണ്. അത് തെറ്റാണ്. Then slope of displacement time graph give velocity correct ആണ്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഡിസ്പ്ലേസ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ബി ആണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത്. ഈ 4 സ്റ്റേറ്റ്മെന്റിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ബി ആണ്. സോ കറക്റ്റ് ഓപ്ഷൻ വരിക. ആ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ഓപ്ഷൻ തെറ്റായ ഓപ്ഷൻ ആണ് ചോദിച്ചത്, അതുകൊണ്ട് കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. 7th one, the ratio of distance traveled by falling body in first second, third second, Galileo law of odd number. The distance traveled in first second, third second is in the ratio 1:3:5. Odd number in the ratio. So question number 7 option C is the right answer. Question number 8. A bus is moving with a speed of 42 km/h. At the stop by brake after 6 meter. അപ്പൊ ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. ബസ്സിന്റെ ഇനീഷ്യൽ വെലോസിറ്റി 42 km/h ആണ്. അത് ബ്രേക്ക് ചെയ്തപ്പോൾ 6 മീറ്റർ ട്രാവൽ ചെയ്തതിന്റെ ശേഷമാണ് ബസ് സ്റ്റോപ്പ് ആയത്. അപ്പൊ 6 മീറ്റർ എന്ന് പറയുന്നത് ബസ്സിന്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ്. ഇഫ് ദ ബസ് ഇസ് മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 90 km/h, the minimum stopping distance would be. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇനീഷ്യലി 42 km/h സ്പീഡിൽ പോകുമ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് 6 ആണ്. അങ്ങനെയെങ്കിൽ 90 km/h സ്പീഡിൽ പോകുമ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എത്ര വരിക എന്നാണ് ചോദ്യം. നമുക്കറിയാം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു u²/2a. സെയിം ബസ്സാണ് ബ്രേക്ക് ചെയ്യുന്നത്, സെയിം എഞ്ചിനും സെയിം സിസ്റ്റം ആണ്. അതുകൊണ്ട് റിട്ടാർഡേഷൻ രണ്ട് കേസിലും സെയിം ആയിരിക്കും. അപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ വെലോസിറ്റി സ്ക്വയർ. 42 km/h ട്രാവൽ ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വരുന്നത് 6 മീറ്റർ ആണ്. 90 എന്ന് പറയുന്നത് 42ന്റെ ഡബിളിനേക്കാൾ സ്വല്പം കൂടുതലാണ്. 45ന്റെ ഡബിൾ ആണ് എന്ത്? 90. 42ന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ ശരിക്കും ആക്ച്വലി 90 അല്ല,
90ലേക്ക് എത്തിയിട്ടില്ല. എന്നാലും നമുക്ക് അപ്രോക്സിമേറ്റ്ലി 90 നമുക്ക് എന്ത് ചെയ്താം, ആദ്യത്തെ ഇനീഷ്യൽ വെലോസിറ്റി u ആണെങ്കിൽ ഇപ്പോഴത്തെ ഇനീഷ്യൽ വെലോസിറ്റി അപ്രോക്സിമേറ്റ്ലി 2u എഴുതിയിട്ട് നമുക്ക് ആൻസർ ഓപ്ഷൻ ഏതാ വരിക എന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ 2u ആണെങ്കിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇസ് പ്രൊപ്പോർഷണൽ ടു u സ്ക്വയർ അല്ലേ. അപ്പൊ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇനീഷ്യൽ വെലോസിറ്റി ഡബിൾ ആയാൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് 4 ടൈംസ് ആവും. ആദ്യത്തെ വെലോസിറ്റി u, അപ്പം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് 6 മീറ്റർ. രണ്ടാമത്തെ വെലോസിറ്റി 2u, അപ്പം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പൊ 2u ആവുന്ന സമയത്ത് സ്ക്വയർ ചെയ്യുമ്പോൾ 4 ടൈംസ് ആവും. 6ന്റെ 4 ടൈംസ് 4 into 6. അപ്പൊ 24 അടുത്തുള്ള ഒരു ആൻസർ ആണ് വരിക. 24 സ്വല്പം കുറവായിരിക്കും, കാരണം ഇവിടെ 24 സ്വല്പം കൂടുതലായിരിക്കും, കാരണം 42ന്റെ ഡബിളിനേക്കാൾ സ്വല്പം കൂടുതലാണ് 90. 42ന്റെ ഡബിൾ എന്ന് പറയുന്നത് 84 അല്ലേ വരിക, അതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലാണ് 90 എന്ന് പറയുന്നത്. അപ്പൊ ഡബിളിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലാണ്. അപ്പം 24 മീറ്ററിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലുള്ള ആൻസർ ആണ് വരിക. സോ ദാറ്റ് ഇസ് 27.55 മീറ്റർ ആയിരിക്കും വരിക. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 8, ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. എ ബോൾ ഇസ് ത്രോൺ വെർട്ടിക്കലി upward after reaching a maximum height h. Return to the starting point after a time of 10 seconds. Its displacement is. Displacement ആണ് ചോദിച്ചത്, 0 ആണ്. കാരണം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് ആണ്. മുകളിലേക്ക് എറിഞ്ഞു, അതങ്ങനെ എറിഞ്ഞ് അതേ പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തി. അപ്പൊ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഈസ് 0. സോ ക്വസ്റ്റ്യൻ നമ്പർ 9, ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, 1 സെക്കൻഡ്. ഒരു സെക്കൻഡ് എത്ര റേഡിയൻ ആണ്? നമ്മൾ ഒരു മിനിറ്റും ഒരു സെക്കൻഡും ഒരു ഡിഗ്രിയും ഒരു മിനിറ്റും ഒരു സെക്കൻഡും റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മൾ ബോക്സ് ആക്കി പഠിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ DPPയിൽ. അത് ബൈ ഹാർട്ട് പഠിക്കണം, നമ്മൾ പറഞ്ഞാണ്, പഠിച്ചിട്ടുമുണ്ട്, നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് എത്ര റേഡിയൻ ആടാ? 4.85 into 10⁻⁻6 റേഡിയൻ. ക്വസ്റ്റ്യൻ നമ്പർ 10, ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഡിഗ്രി റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ, ഒരു ഡിഗ്രി റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ പവർ വരിക 10⁻²ഉം, ഒരു മിനിറ്റ് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ പവർ 10⁻⁴ഉം, ഒരു സെക്കൻഡ് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ പവർ 10⁻�6ഉം ആണ്. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? സോ ദാറ്റ് ഇസ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. 11. Length and breadth of a metal sheet are 3.124 meter and 3.002 meter respectively. Area of this sheet. ഷീറ്റിന്റെ ഏരിയ എത്രയാണെന്ന് വരുന്നത് വെച്ചാൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ റൂൾ യൂസ് ചെയ്താൽ മതി. 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ കുറവ് സിഗ്നിഫിക്കന്റ് ഫിഗർ ആർക്കാണോ അത് എത്രയാണോ അത്രയാണ് ആൻസറിന് ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ രണ്ടിലും ആദ്യത്തെ നമ്പറിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 4. രണ്ടാമത്തിൽ എത്ര ഉണ്ട്? 1, 2, 3, 4. അപ്പൊ രണ്ടിലും 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണല്ലോ. അപ്പൊ ആൻസറിലും 4 സിഗ്നിഫിക്കന്റ് ഫിഗറേ വരാൻ പാടുള്ളൂ. 4 സിഗ്നിഫിക്കന്റ് ഫിഗർ വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. 11, ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് 12. നോക്കടാ, 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ (2) എത്ര ഗ്രാം സെന്റിമീറ്റർ സ്ക്വയർ (2) ആണെന്ന് കൺവേർട്ട് ചെയ്യാനാണ്. അതായത് ഒരു യൂണിറ്റ് സിസ്റ്റത്തിൽ മറ്റൊരു യൂണിറ്റ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. ഓക്കെ, അപ്പൊ 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ (2) കൺവേർട്ട് ചെയ്യാൻ പോണേ. 1 കിലോഗ്രാം, ഒരു മീറ്റർ സ്ക്വയർ, ഒരു (2). 1 കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര ഗ്രാം ആണ്? 1000 ഗ്രാം ആണ്. റെഡി? ഒരു മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഒരു മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് 100 സ്ക്വയർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സെക്കൻഡ് ഇവിടെയും സെക്കൻഡ് ആണ്, ഇവിടെയും സെക്കൻഡ് ആണ്. അപ്പൊ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ട് സിസ്റ്റത്തിലും ടൈമിന്റെ യൂണിറ്റ് സെയിം ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ 1000നെ നമുക്ക് 10⁻³ എന്ന് എഴുതാം. ഇൻറ്റു 100 സ്ക്വയർ 100 10⁻² ആണ്. അപ്പൊ 10⁻²നെ സ്ക്വയർ ചെയ്യുമ്പോൾ 10⁻⁴ ഗ്രാം സെന്റിമീറ്റർ സ്ക്വയർ (2). അപ്പൊ 10⁻³ 10⁻⁴ കൂടെ 10⁻7 ഗ്രാം സെന്റിമീറ്റർ സ്ക്വയർ (2). സോ ദാറ്റ് ഇസ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് 13. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 12, ഓപ്ഷൻ C is the right answer. Question number 13. Force F is given P T⁻⁻1 plus QT. T is time.
ദ യൂണിറ്റ് ഓഫ് പി ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് പിന്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പൊ നോക്കൂ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രകാരം ഒരു ഇക്വേഷനിൽ എത്ര ടേം ഉണ്ടോ അവരുടെയൊക്കെ ഡയമെൻഷൻ LHSലെയും RHSലെയും ടേംസുകളുടെ ഡയമെൻഷൻ സെയിം ആയിരിക്കണം. അപ്പൊ ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താണോ അത് തന്നെയാണ് PT⁻⁻1ന്റെ ഡയമെൻഷൻ ആയിട്ട് പറയേണ്ടത്. അപ്പൊ ഫോഴ്സിന്റെ സെയിം ഡയമെൻഷൻ ആണ് ആർക്ക് വരേണ്ടത്? PT⁻⁻1 എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ ടി അല്ലേ, P/Tക്ക് വരേണ്ടത്. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ? ML⁻². ദാറ്റ് ഈസ് ഈക്വൽ ടു P/T. ഈ ടി മുകളിലേക്ക് വരും. അപ്പൊ T⁻²ന്റെ കൂടെ ഒരു ടി വരുമ്പോൾ T⁻², ടിയും മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു ടി ക്യാൻസൽ ആവുകയും T⁻1 വരും. ശരിയല്ലേ? അപ്പൊ പിന്റെ ഡയമെൻഷൻ വരിക ML⁻⁻1. ML⁻⁻1, M മാസ്, LT⁻⁻1 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. മാസ് ഇൻറ്റു വെലോസിറ്റി ആണിത്. ആരാണ് മാസ് ഇൻറ്റു വെലോസിറ്റി? മൊമെന്റം. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ D is the right answer. Question number 13, option D is the right answer. 14. 13, option D is the right answer. 14. Question number 14. Speed time graph of a particle is given. The distance traveled by in 10 seconds. 10 സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചു. ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചു. ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടാൽ മതി. ഏരിയ ഒരു ട്രയാങ്കിൾ അല്ലേ ഇത്. അപ്പോൾ ബേസ് ഇൻറ്റു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് 10, ഹൈറ്റ് 12. സോ ഇവിടെ 6 into 10, 60 meters. So that is option D is the right answer. Question number 14, option D is the right answer. Next, question number 15. The number of significant figures in the number. ഇതിലെ significant figures ആണ്. 10ന്റെ പവർ വരുമ്പോൾ അത് നെഗ്ലക്ട് ചെയ്യാൻ നോക്കേണ്ട ആവശ്യമില്ല. പോയിന്റിന് ശേഷം വരുന്ന സീറോസ് സിഗ്നിഫിക്കന്റ് ആണ്. അപ്പോൾ 1, 2, 3, 4, 5 സിഗ്നിഫിക്കന്റ് ഫിഗർ. ഇതിൽ പോയിന്റിന് ശേഷം അവസാനിക്കുന്ന സീറോ സിഗ്നിഫിക്കന്റ് ആണ്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7 സിഗ്നിഫിക്കന്റ് ഫിഗർ. അപ്പം 5ഉം 7ഉം 5 and 7. Option B is the right answer. Question number 15. Option B is the right answer. Next, 16. Young's modulus of steel is 1.9 into 10⁻11. Expressed in CGS unit system. അതിനെ CGSലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. CGSൽ ഡൈൻ cm⁻². ഡൈൻ cm⁻²ലേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ 1.9 into 10⁻11 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ മീറ്റർ⁻², ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ 1.9 into 10⁻11. ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് 10�5 ഡൈൻ ആണ്. നമുക്കറിയാം, നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പഠിച്ചതാണ്. ഒരു 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10�5 ഡൈൻ ഡിവൈഡഡ് ബൈ സെന്റിമീറ്റർ. മീറ്ററിനെ സെന്റിമീറ്ററിലോട്ട് മാറ്റണം. ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ് 10⁻². അപ്പം ഒരു മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് 100 സ്ക്വയർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സെന്റിമീറ്റർ സ്ക്വയർ മുകളിൽ ഡൈൻ. അപ്പോൾ നമുക്ക് 1.9 into 10⁻11 into 10⁻5 ഡിവൈഡഡ് ബൈ 10⁻4. 10⁻4ഉം 10⁻5ഉം കട്ട് ചെയ്താൽ ന്യൂമറേറ്ററിൽ നമുക്ക് 1 വരും. 1ഉം 10⁻11 ഇല്ല. അപ്പോൾ 1.9 into 10⁻12. 1.9 into 10⁻12. So that is option C is the right answer. Question number 16, option C is the right answer. Next, നോക്കടാ, question number 17. Question number 17. Distance traveled by a particle from rest moving with an acceleration 4/3 meter per second. Squaring third second travel ചെയ്ത ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് nth സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിന് ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഇസ് Snth is equal to u plus a/2 2n-1. ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, ബിക്കോസ് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്. സോ 0 plus a/2 ദാറ്റ് ഇസ് 4/3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു തേർഡ് സെക്കൻഡ് ആയതുകൊണ്ട് n-ന് 3 കൊടുക്കുക. 2 into 3 -1. So 4/3 into 2. 2 into 3 6 - 1 that is 5. ശരിയല്ലേ? സോ ദാറ്റ് ഇസ് ഇവിടെ 4ഉം 2ഉം കട്ട് ചെയ്താൽ 2 വരും. 2 into 5 10. സോ 10 divided by 3 meter. Option A is the right answer. Question number 17, option A is the right answer. 10 divided by 3. Next, question number 18. A player throw a ball
vertically upward with the initial velocity u. At the highest point, both velocity and acceleration 0. No, velocity 0 ആണെങ്കിലും acceleration എന്തല്ല 0 അല്ല. Still it is accelerating in downward direction with an acceleration of 9.8 meter per second square. And the velocity of the ball becomes u, but acceleration 0. തെറ്റാണ്. Velocity of the ball 0, but acceleration is g. That is option C is the right answer. Question number 18, option C. Next, 19. Stopping distance of a moving vehicle is directly proportional to square of initial velocity. Square of acceleration alla, initial velocity alla, initial acceleration alla. U square by 2a ana. So that is option A is the right answer. Question number 19, option A is the right answer. 20. A cyclist moving a circular track of radius 40 meter complete half revolution in 4 seconds. Average velocity. Half revolution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിളിന്റെ പകുതി അല്ലേ? ഒരു സർക്കിളിന്റെ പകുതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടുന്ന് തുടങ്ങിയാൽ പകുതി എന്ന് പറയുമ്പോൾ നേരെ താഴെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റിൽ എത്തും. സോ ദിസ് ഇസ് ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ദിസ് ഇസ് ഫൈനൽ പോയിന്റ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് വിൽ ബി ഡയമീറ്റർ. സോ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് 2 times of radius. That means diameter. That is 2 into 40 divided by half revolution in 40 second ആണ്. അപ്പം half revolution കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുക, പകുതി കറങ്ങാൻ എടുക്കുന്ന സമയമാണ് 40 seconds. അപ്പോൾ ഇവിടെ ഡിവൈഡഡ് ബൈ 40. ഇപ്പോൾ 40 ക്യാൻസൽ ചെയ്യും. സോ ദാറ്റ് ഇസ് 2 meter per second. Option C is the right answer. Question number 20, option C is the right answer. Ready? ഇനി ന്യൂമറിക്കൽ ടൈപ്പ് ആണ്. ന്യൂമറിക്കൽ ടൈപ്പിൽ സെഷൻ ബിയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. In an experiment, the percentage error in the measurement of a physical quantity ABCD നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 2%, 1%, 2%, 3% and 4%. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. എക്സിലെ പെർസെന്റേജ് എറർ എത്രയാണെന്ന് ചോദിച്ചു. അപ്പൊ എക്സിൽ ഓരോ ടേംസ് നോക്കുക. എ ഉണ്ട്, എ റൈസ് ടു 2 ആണ്. എന്റെ പെർസെന്റേജ് എറർ 1 ആണ്. അപ്പൊ എ റൈസ് ടു 2ന്റെ പെർസെന്റേജ് എറർ 2 into 1 പ്ലസ് ബിന്റെ പെർസെന്റേജ് എറർ 2 ആണ്. അപ്പൊ ബി റൈസ് ടു 1/2ന്റെ പെർസെന്റേജ് എറർ 1/2 into 2 പ്ലസ് സിന്റെ പെർസെന്റേജ് എറർ 3 ആണ്. സിന്റെ പവർ 1/3. അപ്പൊ 1/3 into 3 പ്ലസ് ഡിന്റെ പെർസെന്റേജ് എറർ 4 ആണ്. ഡിന്റെ പവർ 3. അപ്പൊ 3 into 4. സോ ഈ 2 വെട്ടിപ്പോയി, ഈ 3 വെട്ടിപ്പോയി. അപ്പൊ ഇവിടെ 2 plus 1 plus 1 plus 12. സോ 12, 13, 14, 15, 16%. 16%. So total percentage error in X is equal to 16. Clear alle? Next. 22. A car cover first half of the distance with a speed 40 km per hour. Then the other half at a speed 60 km per hour. The average speed of the car is first half, other half. So total distance in പകുതി 40 km per hour, ബാക്കി പകുതി 60 ആണ്. അപ്പോൾ പകുതിയുമാണ്. ഡിസ്റ്റൻസിന്റെ പകുതിയും രണ്ട് സ്പീഡിൽ ട്രാവൽ ചെയ്യുമ്പോൾ ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ, ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ നമ്മൾ ഡയറക്റ്റ് പഠിച്ചിട്ടുണ്ട്. 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2. നേരെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 into 40 into 60 divided by 40 plus 60 is 100. ഈ സീറോയും കട്ട് ചെയ്തു, 0 കട്ട് ചെയ്തു. സോ 4 into 6 24 into 2 48 കിലോമീറ്റർ പെർ ഹവറിൽ തന്നെയാണ് ആൻസർ വരിക. സോ 48. ക്ലിയർ അല്ലേ? യെസ്. Question number 22, answer is 48. Next, question number 23. A ball is thrown vertically downward with a velocity 20 from the top of a tower. It hit the ground after some time with a velocity 80 meter per second. The height of the tower is. So, താഴേക്ക് ത്രോ ചെയ്താണ്, ഡ്രോപ്പ് ചെയ്തതല്ല. ത്രോ ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 20 meter per second. ഗ്രൗണ്ടിൽ വന്ന് ടച്ച് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നുള്ള വെലോസിറ്റി 80 meter per second. അപ്പം ഈ ഡിസ്റ്റൻസ് h height of the building ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ യൂസ് ചെയ്യാം. ഫൈനൽ വെലോസിറ്റി സ്ക്വയർ മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. ഫൈനൽ വെലോസിറ്റി 80 ആണ്. 80നെ സ്ക്വയർ ചെയ്താൽ 6400 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി 20നെ സ്ക്വയർ ചെയ്താൽ 400. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് അവിടെ ആക്സിലറേഷൻ വരുന്നത്. 10 എടുക്കാൻ നമ്മോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 into 10 into ഡിസ്പ്ലേസ്മെന്റ് ഹൈറ്റ് ആണ്, h ആണ്. അങ്ങനെ വെർട്ടിക്കലി അല്ലേ ട്രാവൽ ചെയ്യുന്നത്. So 6400 minus 400 is 6000 is equal to 20 into h. ഒരു 0 ക്യാൻസൽ ചെയ്തു. അപ്പോൾ 600 2ഉം 600ഉം കട്ട് ചെയ്താൽ 300 is equal to h. So
300 is the right answer. 24. A body having uniform acceleration 10 meter per second square has a velocity 100 meter per second. The velocity will double in. Velocity double ആവാൻ എത്ര സമയം എടുക്കുന്ന ചോദിച്ചു. See, v is equal to u plus at. Simple ആണ്. v is equal to u plus at. അപ്പം ഇനീഷ്യൽ വെലോസിറ്റി u ആണ്, ഫൈനൽ വെലോസിറ്റി v ആണ്. അപ്പം വെലോസിറ്റി ഡബിൾ ആവാൻ എത്ര സമയം എടുക്കുന്ന ചോദിച്ചു. അപ്പം ഇനീഷ്യലി ഉള്ള വെലോസിറ്റി u ആണ്, അത് ഡബിൾ ആവുക എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി 2u ആവണം. സോ ഫൈനൽ വെലോസിറ്റിക്ക് 2u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2u is equal to u plus at. u ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ 2u minus u is equal to at. ആക്സിലറേഷൻ 10 ആണ്, വെലോസിറ്റി 100 ആണ്. അപ്പൊ 2u ന്ന് u പോയാൽ പിന്നെ എത്രയാണ്? 2u ന്ന് u പോയാൽ എത്രയാ? u ആണ്. u എത്ര? 100. സോ u is equal to 80. u എത്ര? 100. ആക്സിലറേഷൻ എത്ര? 10 into t. അപ്പൊ 0 0 ക്യാൻസൽ ചെയ്തു. അപ്പൊ t is equal to 10 സെക്കൻഡ്. 10 ആണ് ആക്സിലറേഷൻ. അപ്പൊ ഓരോ സെക്കൻഡിലും 10 വെച്ചിട്ടാണ് കൂടുക. അപ്പൊ 100 ഉള്ളത് അടുത്ത സെക്കൻഡിൽ 110, പിന്നെ 120, 130, 140 അങ്ങനെ അത് 200 ആവാൻ 10 സെക്കൻഡ്സ് എടുക്കും. സോ ആൻസർ ഇസ് 10. 24 ഓപ്ഷൻ അല്ല, 24 വാല്യൂ is 10. നെക്സ്റ്റ്, the very last question, 25. A particle start from rest and moving with the acceleration 4 meter per second square. The velocity after 3 seconds. Velocity after 3 seconds. Okay, acceleration തന്നിട്ട് starting from rest ആണ്. അപ്പോൾ initial velocity u is equal to 0. അപ്പോൾ v is equal to u plus at. 0 plus acceleration 4 into 3, 80. So v is equal to 12 meter per second. So answer is 12. Question number 25. Answer is 12. ശരിയല്ലേ? So that is the end of the discussion. എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതി വിചാരിക്കുന്നു. മിസ്റ്റേക്കുകളൊക്കെ കറക്റ്റ് ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ചു മുമ്പോട്ട് പോവുക. നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. ബൈ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.